KPCC പുനഃസംഘടനാ ചർച്ചകൾ ഓണത്തിന് ശേഷം നടക്കും. പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. സെപ്റ്റംബറോടെ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. KPCCക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. KPCC പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഹൈക്കമാൻഡിന്റെ അഭിപ്രായം അറിയിച്ചിരുന്നു. മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്ന നിലപാടാണ് നേതാക്കൾ സ്വീകരിക്കുന്നത്. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളാണ് ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടത്. സർക്കാരുമായി സഹകരിക്കുന്ന നേതാവിനെ പരിഗണിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. AK ആന്റണി, VM സുധീരൻ എന്നീ മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ളവരുമായി ദീപാദാസ് മുൻഷി ആശയവിനിമയം നടത്തും. ഓണത്തിന് ശേഷം പ്രധാന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ച് ചർച്ച പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഡൽഹിയിലും കേരളത്തിലുമായി KPCC അധ്യക്ഷ ചർച്ചകൾ സജീവമാണ്. ഇന്നലെയായിരുന്നു രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. KPCCക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെയാണ് ചെന്നിത്തല കണ്ടത്. MPമാരുടെയും MLAമാരുടെയും പേരുകൾ സജീവ ചർച്ചയിൽ നിൽക്കുമ്പോഴും മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നാണ് ചെന്നിത്തലയുടെ പ്രധാന പക്ഷം പറയുന്നത്. പേരുകളിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല എന്നും പറയുമ്പോഴും ജോസഫ് വാഴക്കിന്റെ പേരാണ് രമേശ് ചെന്നിത്തല അധ്യക്ഷ സ്ഥാനത്തേക്ക് പറയുന്നതെന്നും വിവരമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹ്നാൻ, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ആന്റണി തുടങ്ങിയ പേരുകളും സജീവമായി തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.